ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വലിയൊരു ബിൽഡിങ്, അതായത് അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഏകദേശം ഒരു 15ഓളം വീടുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഏകദേശം 4 നിലകളിൽ അല്ലെങ്കിൽ 3 നിലകളിലായിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മളന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും താഴേക്ക് ഏറ്റവും മുകളിൽ നിന്ന് നേരെ ഡക്റ്റ് പോലെ വന്ന് താഴേക്ക് വന്നതിന് ശേഷം പൈപ്പുകളെല്ലാം തന്നെ ആങ്കർ ബോൾട്ട് കാര്യങ്ങൾ അടിച്ച് അത് കറക്റ്റായിട്ട് അതിന് ലെങ്ത്ത് വരുന്ന ത്രെഡഡ് റോഡാണ് വരുന്നത്. അത് എല്ലാ ഭിത്തിയിൽ ഏറ്റവും മുകളിൽ ഹാങ് ചെയ്തിട്ടതിന് ശേഷം അതിലൂടെയാണ് പൈപ്പുകളെല്ലാം വളരെ നീറ്റായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ഇഞ്ച് ഡ്രൈനേജിൻ്റെ സിസ്റ്റം, വെള്ളത്തിൻ്റെ സിസ്റ്റം, ഇനി കുളിക്കുന്ന വെള്ളത്തിൻ്റെ സിസ്റ്റം, ഇനി പവർ പ്രഷർ പമ്പ്, അത് പ്രഷർ പമ്പിൻ്റെ, അതുപോലെ തന്നെ പിന്നെ വാട്ടർ ലൈൻ, മറ്റ് സെക്ഷനിലേക്ക് വരുന്ന ചൂടുവെള്ളം കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിപ്പോൾ പ്ലംബിങ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് ഈ പറയുന്ന ത്രെഡഡ് റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് നേരെ ഭിത്തിയിൽ ഡ്രിൽ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ചാനൽ നമുക്ക് ഓൾറെഡി വാങ്ങാൻ കിട്ടും. ചാനലിൽ കണ്ടോ, അതായത് പൈപ്പ് യാതൊരു അനക്കോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ചാനൽ ഇട്ടതിന് ശേഷം അത് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓരോ പൈപ്പും സെപ്പറേറ്റ് നെറ്റ് ബോൾട്ട് ഇട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സാധിക്കും. ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഗ്യാപ്പിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വർഷങ്ങളോളം നമുക്കിത് ഫുൾ ആയുസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൈപ്പുകളെല്ലാം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് ഓരോ സെക്ഷനിലേക്കും, അതായത് ഒരു നിലകളിൽ 5 വീടുകളായിട്ടാണ് വന്നത്. ഇപ്പോൾ ഈ 5 വീടുകളിലേക്ക് വരുന്ന ഡ്രൈനേജ് സിസ്റ്റം, അതിൻ്റെ വാട്ടർ കണക്ഷൻസ്, പ്രഷർ പമ്പിൻ്റെ സിസ്റ്റം, പിന്നെ അവിടേക്ക് വരുന്ന ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓപ്പൺ ഏരിയയിൽ വരുന്ന സമയത്ത് പൈപ്പ് കാണാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഡക്റ്റ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡക്റ്റ് ഏറ്റവും മുകളിലേക്ക് വരെ താഴെ നിന്നും ചെറിയ ഡക്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സാധിക്കും. അതിന് നേരെ ഉള്ളിലാണ് നമ്മുടെ പൈപ്പുകളെല്ലാം പോയി. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. പൈപ്പുകളെല്ലാം ഇതിലൂടെ കൊണ്ടുപോയതിന് ശേഷം കണ്ടോ ഏറ്റവും മുകളിലേക്ക്. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓരോ നിലകളിലും അങ്ങോട്ട് ഇറങ്ങി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പോലെ ചെറിയ ഒരു ജനൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും പൈപ്പിൽ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വന്നാലും ക്ലിയർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നീറ്റായിട്ടാണ് വർക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വളരെ നീറ്റായിട്ട്. ഇനി കാണുന്ന പൈപ്പുകളെല്ലാം തന്നെ നമ്മൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതായത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സീലിംഗ് വർക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ മറഞ്ഞ്, അതായത് പൈപ്പുകളെല്ലാം ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ സീലിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ LED സ്ട്രിപ്പോ ലൈറ്റുകളോ കൊടുത്ത് നീറ്റാക്കി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതങ്ങനെയുള്ള ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം മറഞ്ഞു പോകും. ആ ഭാവിയിലേക്കാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.